ഞാൻ മജീദാണ്. 26 കൊല്ലമായി ഞാൻ വീടിൻ്റെ സിമെൻറ്റ് തേപ്പെടുക്കണ പണിക്കാരനാണ്. ഒരു 8 കൊല്ലം മുന്നൊക്കെ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് 80,000 ഉറുപ്പ്യ കിട്ടിയിരുന്നു. അന്നൊക്കെ കേരളത്തിൽ ഒരു മേസ്തിരിക്ക് കൂലി 800 റുപ്യയും അല്ലെങ്കിൽ 550, ഹെൽപ്പർക്ക് 600 അല്ലെങ്കിൽ 650 ഉറുപ്പ്യക്ക് അന്ന് കൂലി. ഇന്ന് ഈ 2024 ഒരു മേസ്തിരിക്ക് 500 റുപ്യയും ഒരു മേസ്തിരിക്ക് 1000 റുപ്യ, അതേമാതിരി ഒരു ഹെൽപ്പർക്ക് 800 റുപ്യ. അത് കൂലിപ്പണിയാണെന്ന് വെച്ചാൽ ചില വീട്ടിൽ നിന്ന് ചിലവും കിട്ടും. പക്ഷേ ഈ 2024 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് ഈ ചില മലയാളി കോൺട്രാക്ടർമാർ, ചില ആൾക്കാർ കേട്ടോ, എല്ലാവരും കുറ്റം പറയില്ല, ചില ആൾക്കാർ ഓർക്ക് ഒന്നുകൂടി ലാഭം കിട്ടാൻ വേണ്ടി അവർ ബംഗാളിക്ക് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് 50,000 അല്ലെങ്കിൽ 55,000 അല്ലെങ്കിൽ ഏറി പോയ 60,000 ഉറുപ്പ്യക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ആദ്യം വന്ന ചില ബംഗാളികൾ അവരുടെ നാട്ടിൽ നിന്ന് പണിക്കാരെ കൊടുങ്ങാണ്ട് അവർക്ക് മാസ ശമ്പളം കൊടുക്കുകയാണ്. അതെങ്ങനെയാണ്? ഇതൊന്നും ആൾക്കാർ അറിയണില്ല. ഇതൊക്കെ ഉള്ളിൽ കൂടി എന്നോട് ഓരോ ബംഗാളികൾ പറഞ്ഞ സംഭവങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞ് തരുന്നത്. കാരണം മാന്യമായ റേറ്റിന് കരാറെടുക്കുന്ന ബംഗാളികളുണ്ട്. അവർക്ക് വരെ ബുദ്ധിമുട്ടായിക്കണ് ഈ ചെറിയ റേറ്റിന് കരാറെടുക്കുന്ന ബംഗാളികൾ ചെറിയ റേറ്റിന് കരാറെടുത്തിട്ട്. എന്നുവെച്ചാൽ മാന്യമായ റേറ്റിന് കരാറെടുക്കുന്ന ബംഗാളികളെ തന്നെ എന്നോട് പറഞ്ഞിരിക്കണ്. എന്നുവെച്ചാൽ ഞങ്ങൾ ആൾക്കാർ ഇങ്ങനെ കാണുന്നത് ചെറിയ റേറ്റിന് ഞങ്ങൾ ആൾക്കാർ എടുത്തിട്ട് ഞങ്ങളെ നാട്ടിൽ നിന്ന് പണിക്കാരെ കൊടുങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാണ്. ഇത് ഉള്ളിൽ കൂടി നടക്കുന്ന കാര്യങ്ങളാണിത്. അങ്ങനെ ചെയ്തിട്ട് എന്ന് വെച്ചാൽ അപ്പോൾ പണികളൊക്കെ ആ ഭാഗത്തു കൂടി പോകും. കാരണം ആരാണ് റേറ്റ് കമ്മിയാക്കി എടുക്കുന്നത്? ഓൽക്കുള്ളൂ ഈ കോൺട്രാക്ടർമാർ പണി കൊടുക്കുക, അല്ലെങ്കിൽ ചില പെരക്കാരൊക്കെ പണി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആ റേറ്റിന് എടുത്താൽ പണി കിട്ടൂല. എന്ന് വെച്ചാൽ മലയാളി മേസ്തിരിമാർക്ക്, ഈ ഫീൽഡിൽ പണിയെടുക്കുന്ന മലയാളികൾക്ക്. അപ്പോൾ ഞങ്ങൾ ആ റേറ്റിന് എടുക്കാതെ വെക്കും. പിന്നെ ഞങ്ങൾ കൂലിപ്പണിക്ക് ഇങ്ങനെ കാത്തുക്കും. എന്ന് വെച്ചാൽ കൂലിപ്പണി ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഈ ഫീൽഡിൽ പണിയെടുക്കുന്ന പണിക്കാർ തൊടുവത്തെ ചെമ്മലിൻ്റെ മാതിരിയാണ്. കണ്ടമാനം എന്ന് വെച്ചാൽ തൊടുവിൽ ചെമ്മല കണ്ടമാനം ഉണ്ടാവില്ല, അതേമാതിരിയാണ്. ഒരു നിലയും വിലയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ കൂലിപ്പണി ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വീട്ടിലെ കുട്ടികളെ കുടുംബം നോക്കേണ്ട എഴുതിയാണ്ട് ഈ ചെറിയ റേറ്റിന് പോയിക്കാണ്ട് എന്നെ പോലത്തെ ആൾക്കാർ, ഞാൻ കുറേ തല വെച്ച് കൊടുത്തിക്കണത്, അതെടുക്കല്ലാതെ വേറെ മാർഗ്ഗമല്ല. അങ്ങനെ എടുത്തിട്ട് എന്നെ പോലത്തെ ആൾക്കാർക്ക് കുറേ കടബാധ്യതകളുണ്ട്. എനിക്കുണ്ട്. ഞാൻ 5 കാര്യം പറയും. ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില എൻ്റെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ അറിയും. ഇനി ഓല അറിഞ്ഞിരുന്നാണ്ട് കാരണം അതിൽ ഒരു മടി കരുതിയിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം ഇപ്പം എനിക്ക് സിമെൻറ്റ് അലർജിയാണ്. എൻ്റെ കണ്ടുകൾ കണ്ടില്ലേ? ഈ ഗ്രൗട്ട് ഇങ്ങനെ ഗ്രൗട്ട് അടിച്ചോളൂ സീലിമൊക്കെ ഇങ്ങനെ ഗ്രൗട്ട് അടിച്ചിട്ടും സിമെൻറ്റ് കോരി അടിച്ചിട്ടും അത് കണ്ണുക്കായിട്ട് എന്നുവെച്ചാൽ ഈ കണ്ണിൻ്റെ പോളുണ്ടല്ലോ, ഈ 2 പോളിൻ്റെ അവിടെ ഒരു പിരികം പോലും ഇല്ല. ഇത് ഞാൻ നുണ അറിയില്ല. ഇതിന് വേണ്ടി ഈ സിമെൻറ്റ് അലർജി ആയിട്ട് ഞാൻ കുറേ ഡോക്ടർമാരെ മഞ്ചേരി ഇവിടെ ഭാഗത്തൊക്കെ പോയി കണ്ടിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ പണി നിങ്ങൾ നിർത്തണം, അല്ലാതെ ഇതിനൊരു മരുന്നില്ലാന്ന് പറഞ്ഞത്. ഈ പണി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? കാരണം എനിക്ക് കടബാധകളുണ്ട്. കടബാധ മാറണമെങ്കിൽ എനിക്ക് പണി എടുക്കൽ നിർബന്ധമാണ്. അവിടെ അലർജി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ റേറ്റ് കമ്മിയാക്കി എടുത്തെടുത്ത് ഞാൻ ഈ റേറ്റ് കമ്മിയാക്കിയാണ് പണിയെടുക്കൽ ഞാൻ നിർത്തിക്കണത്. പിന്നെ ഞാൻ കരുവാരക്കുണ്ട് പഞ്ചായത്ത് പെട്ട ആളാണ്. ഇവിടെ കുറേ കൂലിപ്പണിക്ക് കാത്തുന്നു. ഇപ്പം വെച്ചാൽ കൂലിപ്പണിയാണെന്ന് വെച്ചാൽ അത് കിട്ടണില്ലേനും. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നാളെ ഞാൻ തിരൂരങ്ങാടിക്ക് ഞാൻ കൂലിപ്പണിക്ക് പോവാണ്. എന്നുവെച്ചാൽ ബംഗാളികളെ കൂടുതൽ പണിയെടുക്കണേ. അവിടെ കൂലി കുറഞ്ഞ കൂലി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി കുറഞ്ഞ കൂലിയാലും കുഴപ്പമില്ല, എങ്ങനെയും കടങ്ങൾ വീട്ടണം. പക്ഷേ ഈ കുറഞ്ഞ കൂലിക്ക് പണിയെടുത്താൽ വീട്ടിലത്തെ ചിലവുള്ളൂ മുന്നോട്ട് പോകുക, കടബാധ്യത വീടാൻ മല്ലിക്കെട്ടാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ആദ്യം തുടങ്ങിയില്ലേ, 2 കൊല്ലം കഴിഞ്ഞ് യൂട്യൂബ് തുടങ്ങിയിട്ട്. അന്ന് ഞാൻ ഇതിന് പൈസ ഇട്ടൊന്നും എനിക്ക് അന്നറിയില്ല. കാരണം ഞാൻ എടുക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ വീഡിയോ എടുത്തുകാണ്ട് അതിൻ്റെ ഫോൺ നമ്പർ ഇട്ടുകാണ്ട് പണി കിട്ടാൻ വേണ്ടിയാണ് അന്ന് ഞാൻ ഇത് തുടങ്ങിയത്. പിന്നെ ഞാൻ കുറേ എവിടേക്കൊക്കെ ടൂർ പോകണതും, പിന്നെ ഞങ്ങളവിടെ കളിക്കുന്ന പാലത്തിനെ പറ്റി, അതേമാതിരി വാണിമ്പലം ആ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നാളൊരു ആംബുലൻസ് വന്ന് കുടുങ്ങിയിട്ട് അതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇട്ടിരുന്നു. അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇട്ടിക്കിടും. പക്ഷേ അന്ന് ഞാൻ പൈസ കരുതി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതിന് പൈസ കെട്ടൽ നിർബന്ധമാണ്. കാരണം അല്ലാതെ എൻ്റെ കടബാധ്യത വീടൂല. ഇത് എൻ്റെ കുടുംബക്കാർ കേട്ടിട്ട് ഓർക്ക് ഒരു മാനക്കേടുണ്ടാവും. നിങ്ങൾക്ക് മാനക്കേട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനക്കേട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കടം വീട്ടാൻ മുന്നോട്ട് വരിക. കാരണം എന്നുവെച്ചാൽ പുറമക്കാരെ വീടിൻ്റെ തേപ്പ് പണിയെടുത്തിട്ട് കൂലി ഒക്കാത്തത് കൊണ്ട് ആണ് എനിക്ക് കടം വന്നിക്കുന്നത്. അല്ലാതെ ഞാൻ കുതിര അടിച്ചിട്ടല്ല. അതുകൊണ്ട് എനിക്കിതിന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാതില്ലാതെ വേറൊരു മാർഗ്ഗം എൻ്റെ മുന്നിലില്ല. കാരണം ഗതി കെട്ടിട്ടാണ് ഞാൻ നാളെ തിരൂരങ്ങാടിക്ക് പണിക്ക് പോകുന്നത്. ഞാനിത് വെറുതെ പറഞ്ഞുതരാം. തിരൂരങ്ങാടിക്ക് പണിക്ക് പോകുന്നത് തിരൂരങ്ങാടി അങ്ങാടി കാണിച്ചു തരാം, അവിടുത്തെ വീടും കാണിച്ച് തരാം. പിന്നെ
ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട്, ഞാൻ പിന്നെ ഒരു പള്ളിക്ക് നിൽക്കുന്ന ഒരു മൂല്യാര പെര ഞാൻ കുറച്ച് മുന്നേ ഞാൻ പോയിങ്ങാണ്ട് ഞാൻ ഒരു അനുഭവം പറയാം കേട്ടോ. ഇതല്ല, വേറെ കുറേ അനുഭവം കണ്ടമാനുണ്ട്. അതിലത്തെ ഒരു അനുഭവമാണ് ഞാൻ ഈ ഇപ്പോൾ പറയുന്നത്. ഒരു പള്ളിക്ക് നിൽക്കുന്ന ഒരു മൂല്യാര പെര ഞാൻ പോയിങ്ങാണ്ട് ഞാനതിന് റേറ്റ് പറഞ്ഞു. റേറ്റ് ഞാനതിന് 95 റുപ്യ പറഞ്ഞു. അതിൽ ഇഞ്ഞോട് അതിലെ കവുങ്ങും ഒക്കെ മുറിച്ചാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് 6 കവുങ്ങ് മുറിച്ചു. ഒരു കവുങ്ങിന് 150 റുപ്യാണ്. അപ്പോൾ 6 കവുങ്ങിൽ എത്ര കാരം എന്ന് വെച്ചാൽ 100 ഈച്ച കൂട്ടുക വെച്ചാൽ 6 കവുങ്ങിന് 600, പിന്നെ IBC കൂട്ടണം എന്ന് വെച്ചാൽ 150 അല്ലേ. അപ്പോൾ 600, 700, 800, 900 റുപ്യ 6 കവുങ്ങിന്. പിന്നെ എൻ്റെ ഇപ്പം മുറിച്ചാൽ ആൾക്ക് 800 റുപ്യ കൂലിയും. അപ്പോൾ എത്രയായി? 900, 800 എത്രയായി? 900, 1000, 1000, 1000, പിന്നെ 200, അല്ല 900, 1000, 1100, 1200, 1300, 1400, 1500, 1600, 1700 റുപ്യ 1700 റുപ്യ എനിക്ക് വന്നു. എങ്ങനെ? ആ മുറിച്ച ഇഞ്ച കൂലി കൂട്ടാതെ 1700 റുപ്യ എനിക്ക് അന്ന് വന്നു. എന്നിട്ട് ഈ മൂല്യാരെ കാട്ടിക്കണത്, ഈ മൂല്യാർ 5000 റുപ്യ ലാഭത്തിന് വേറെ ആൾക്ക് ആ പണി കൊടുത്തുക. മനസ്സിലായില്ലേ? എനിക്ക് അവിടെ 1500 റുപ്യ ചിലവായി. അത് എന്നോട് എടുക്കാൻ പറഞ്ഞ പണിയായിരുന്നു. എന്നിട്ട് 5 റുപ്യ ലാഭത്തിന് ഈ മൂല്യാർ വേറെ ആൾക്ക് കൊടുത്തുക. ഇതൊന്നും ഞാൻ വെറുതെ പറയല. കാരണം ഞാൻ ആ പള്ളി കമ്മിറ്റിയിൽ പെട്ട ആൾക്കെന്ന് ഞാനൊരു 10000 റുപ്യ ഞാൻ കടം പേടിച്ചിരുന്നു. ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആ കടം പേടിച്ച ആളെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പള്ളിക്കാണ് പറഞ്ഞു. അതിൽ ആ പള്ളി പോയിങ്ങാണ്ട് ഞാൻ പിന്നെ പൈസ കൊടുത്തു. അപ്പോൾ ഞാൻ ആ പൈസ മേടിച്ച ആൾ, ആ കമ്മിറ്റിക്കാരൻ നല്ല സ്വഭാവമല്ല, നല്ല കമ്മിറ്റിക്കാരനാണ്, നല്ല ആളാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ക്ലാസ് കേൾക്കൊണ്ട് വെച്ചു. കാരണം അന്ന് അവിടെ ക്ലാസ് എടുക്കുകയാണ്, ഈ മൂല്യാർ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസ് ഒന്നും കേൾക്കാൻ ഞാൻ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ പൈസ കൊടുത്തു. എന്നിട്ട് ഞാൻ ആ കമ്മിറ്റിക്കാരനോട് പറഞ്ഞു, ആ സംഭവിച്ച കാര്യം പറഞ്ഞു. കാരണം ഈ മൂല്യാർ ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ മൂല്യാരെ ക്ലാസ് കേൾക്കുക? ഇത് ഞാൻ വെറുതെ പറയല്ല. ഈ വീഡിയോസ് കാണുമ്പോൾ ആ കമ്മിറ്റിത്തെ ആൾക്കറിയാം ഞാൻ അയാളോട് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട്, ഇതൊരു ഉദാഹരണമാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പണിയിൽ പോയി പെട്ടിക്കണ്. പിന്നെ ഞാനായിട്ട് അറിഞ്ഞാണ് ഞാൻ കുറേ ആൾക്കാർ ഞാനിപ്പോൾ കൂലില്ലാതെ പണിയിട്ട് സഹായിച്ചിരിക്കണം ഓരോ സംഘടന ഇതിൽ. പക്ഷേ ഞാൻ കുടുങ്ങിയപ്പോൾ ഒരു കുട്ടി ഒരു സഹായിക്കാനല്ല. ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ 100 കിലോ വെയിറ്റാണ്. ഇപ്പോൾ കൂലിപ്പണിക്ക് ആരെപ്പേലും ചോദിച്ചാൽ ഓലതിൽ പണിയില്ല പറയും. കാരണം ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ വന്ന ബംഗാളികൾ ഈ 20 വയസ്സിൻ്റെ 30 വയസ്സിൻ്റെ ഇടയിലുള്ള പണിക്കാരാണ്. ഓല വെച്ചാൽ ഇപ്പോൾ ശരിയാണ്, ഓല് കയറണമാതിരി നിലപ്പുറത്തൊക്കെ എനിക്ക് കയറാൻ പെട്ടെന്ന് കഴിയൂല. അതുകൊണ്ട് കൂലിപ്പണിക്ക് പെട്ടെന്ന് കിട്ടൂല. അതിന് തന്നെ കൂലിപ്പണി കമ്മിയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരൂരങ്ങാടിക്ക് നാളെ നേരം വെളുത്ത പണിക്ക് പോണത്. അപ്പോൾ ഞാൻ അത് കാണിച്ച് തരാം, തിരൂരങ്ങാടിക്ക് പോകണത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വെറുതെ പറയുകയാണെന്ന് നിങ്ങൾ കരുതും. അപ്പോൾ ഇനി എൻ്റെ ബാധ്യത വീടണമെങ്കിൽ ഈ യൂട്യൂബിൽ എന്തെങ്കിലും പൈസ ഇട്ടല്ലാതെ വേറൊരു മാർഗ്ഗമല്ല. അല്ല, ഈ ചെറിയ കൂലിക്ക് പണിയെടുത്തിട്ട് എൻ്റെ വീട്ടിൽ ചിലവ് കഴിയുന്നല്ലാതെ ബാധ്യത വീടൂല. കാരണം ഒരാളെ പേരെ പോയിങ്ങാണ്ട് വെറുതെ ലാസ്റ്റ് കൂലില്ലാതെ പണിയെടുത്തിട്ടാണ് എനിക്ക് ഈ ബാധ്യത വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ തിരൂരങ്ങാടിക്ക് പോകണതുകൂടി നിങ്ങൾക്ക് കാണിച്ച് തരാം. ഞാൻ പാണക്കാട് എത്തിക്കണം. ഇതാ പണിസ്ഥാനാണത്. അപ്പോൾ ഞാൻ തിരൂരങ്ങാടി തിരൂരങ്ങാടി ഇതാണ് തിരൂരങ്ങാടി വന്ന് പണിയെടുക്കണ കൂലിപ്പണി. കേട്ടില്ലേ? അപ്പോൾ മനുഷ്യന്മാരെ ഇന്നത്തെ പണി കഴിഞ്ഞാണ്ട് ഇവിടെ ഒരു ഭാഗത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി കടക്കൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ കടക്കേണ്ടി വരും. ഇവിടെ എവിടെയെങ്കിലും വല്ല ചട്ടക്കടലാസ് വിരിച്ച് അതിന്മേൽ തുണിയൊക്കെ വിരിച്ചാണ്ട് കടക്കേണ്ടി വരും. അല്ലാതെ ഇങ്ങനെ അല്ലാതെ ജീവിക്കണ്ടേ? സിമെൻ്റ് അലർജി ഉണ്ട് ഇറങ്ങാണ്ട് പണിയെടുക്കാതെ നിൽക്കാനും പറ്റില്ല. കാരണം കുടുംബം നോക്കണ്ടേ. അല്ലാത്ത ബാധ്യതയൊക്കെ ഇതാകണമെങ്കിൽ ഈ യൂട്യൂബ് ക്ലിക്കാകാതെ ഒരു മാർഗ്ഗമല്ല. ഞാൻ തമാസറിയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു ബാർബർ ഷാപ്പ്, ഒരു മുടിയെട്ടിൻ്റെ ആളെ വീടിൻ്റെ തേപ്പ് പോയി നോക്കിയിരുന്നു. 16 റുപ്യേൻ്റെ വ്യത്യാസത്തിൽ അയാൾ ബംഗാളി കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു രസം കണ്ടു. എന്ന് വെച്ചാൽ ഇവിടെ പണിയെടുക്കുന്ന ഒരു ബംഗാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടുക. അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ ആ നാട്ടിൽ പണി പോയി നോക്കിയില്ലേ, ഒരു മുടിയിടുന്ന ആളെ, അയാളത് കാണണം. കാരണം ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ പണിയെടുത്താലുള്ളൂ അയാളെ അവിടെ പോയാണ്
എന്നുവെച്ചാൽ ഞങ്ങളെ പോലത്തെ ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങളെ പോലത്തെ മലയാളീസ് പണിയെടുത്താലുള്ളൂ അയാളെ കടയിൽ പോയാണ്ട് മുടിയെട്ടാൻ പോകുക എന്നുവെച്ചാൽ മുടിയെട്ടാൻ പോകുകയാണെങ്കിൽ ഞങ്ങളെ പോലത്തെ ആൾക്കാർ പണി വേണം, പൈസ വേണം. അതേമാതിരി പലർക്ക് ചിക്കൻ കട, അതേമാതിരി ബീഫ് കട, അങ്ങനത്തെ എല്ലാ കടയിലും കച്ചവടം വേണമെങ്കിൽ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് പണി വേണം. അപ്പോൾ ആ മുടി വെട്ടുന്നത് കാണിച്ചു തരാം. ബായ്, എൻ്റെ മുടി വെട്ടത് കഴിഞ്ഞിട്ട് മുടി വെട്ടാൻ 100 റുപ്യാണ്. 100 റുപ്യ ലാഭമായില്ലേ? ലാഭം. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മുടി കൂടി വെട്ടണ്ടോ? ഇവ എന്താ അറിയോ, പുറത്ത് പൈസ കൊടുക്കണ്ട, ഫുഡ് ഇവിടെ ഉണ്ടാക്കുക, പിന്നെ പണിയിട്ട പൈസ നേരെ അക്കൗണ്ട് അല്ലേ? അല്ലേ? നേര് പറയാം അല്ലേ? भाई नाम क्या है? पेरदा पेर वाला मोहम्मद जिनारुल सईद। ई भाई नाम क्या है? शुक्रुद्दीन मोहम्मद शुक्रुद्दीन। बंगाल एड़े कोलकाता आसाम। ई भाई आसाम। ई भाई कलकत्ता। भाई അവിടെ മുടി വെട്ടാൻ എത്ര പൈസ? അവിടെ 50. ആസാമിലോ? ആസാമിൽ എത്ര അറിയില്ല. ഭായ് ആസാമിൽ എത്ര? 50. ഇപ്പോൾ മുടി വെട്ടുന്നത് എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞാൽ ബംഗാളികളെ കുറ്റം പറയില്ല. നമ്മളെ കേരളത്തിൽ നിർമ്മാണ മേഖല മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ എല്ലാവരും പണിയെടുക്കണം, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ എല്ലാവർക്കും ഇവിടെ ഒക്കണ റേറ്റ് കിട്ടണം, പണിക്കൂലി കിട്ടണം. മറ്റത് ഈ 500-നും 600-നൊക്കെ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് അതുകൊണ്ട് എങ്ങനെ ജീവിക്കും?